ഈ അൻവർ പറഞ്ഞിരിക്കുന്നത് 75,000 വോട്ട് കിട്ടി താൻ ജയിക്കുമെന്നാണ് പറയുന്നത് നിലമ്പൂര്. ആ അൻവർ ജയിച്ചില്ലെങ്കിൽ UDF ജയിക്കണമെന്നൊരു ആഗ്രഹമൊന്നും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണെന്ന്. നിങ്ങൾ ബുദ്ധിയുള്ളവരല്ലേ. എന്തായാലും തെരഞ്ഞെടുപ്പിൽ UDFന് ഇന്നലെ ഞാൻ പറഞ്ഞതിനോട് നല്ല ആത്മവിശ്വാസമുണ്ട്. നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും UDF എന്നുള്ളതിന് സംശയമില്ല. അത് ഉറപ്പായിട്ടായിരിക്കും പൈസ കൊടുക്കാത്തത്, ഇപ്പോൾ റിലീസ് ചെയ്യാത്തത്. അതുപോലെ എനിക്ക് സംശയമുണ്ട്. അതൊക്കെ UDFൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊന്നും ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല. അല്ല, ഞാൻ അങ്ങനെ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ UDF ആണ് തീരുമാനിക്കേണ്ടത്. അല്ല, അങ്ങനെയല്ല. അതിനകത്ത് ഞാൻ കണ്ടില്ല എന്താണെന്ന്. തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് പോരാടി ഇതുപോലെ ഐക്യമുണ്ടായ കോൺഗ്രസിനേക്കാളേറെ ആവേശത്തിലായിരുന്നു മുസ്ലിം ലീഗ്. ഞാനവിടെ കണ്ട ഒരു ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ കണ്ട ഏറ്റവും വലിയ കാര്യം, പാണക്കാട് തങ്ങളും സാദിഖലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും സ്വന്തം ഇലക്ഷന് പോലും അധ്വാനിക്കുന്നതിനേക്കാൾ കൂടുതൽ ആർജവത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്തത്. മുസ്ലിം ലീഗിന്റെ അണികളൊക്കെ തന്നെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി എത്ര പണിയെടുക്കുന്നു അതിനേക്കാൾ കൂടുതൽ ആവേശത്തോടെയാണ് പണിയെടുത്തത്. അപ്പോൾ UDFന്റെ ഒരു ഉജ്ജ്വലമായ കെട്ടുറപ്പ് അവിടെ നിലമ്പൂരിലുണ്ടായി. കോൺഗ്രസിന്റെ എല്ലാവരും ഐക്യത്തോടുകൂടി എല്ലാ നേതാക്കന്മാരുടെയും കൂട്ടായ പ്രവർത്തനവും അവിടെ ഉണ്ടായി. ഭാരതാംബ വിഭാഗത്തിലെ വീണ്ടും യോഗാദിനത്തിലും വീണ്ടും അവിടെ ഇന്ന് ഇതുപോലെ തന്നെ ഭാരതാംബയുടെ ചിത്രം വെച്ച് പൂജയുണ്ടായിരുന്നു. ഒപ്പം തന്നെ BJPയുടെ ചില ആളുകൾ ഈ ദേശീയ പതാകയുടെ ചിഹ്നം വെച്ച ഭാരതാംബ ചിത്രീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ല, ഞാനത് ഇന്നലെ പറഞ്ഞു. കാരണം ഇതൊക്കെ സത്യത്തിൽ ഗവർണർ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. അതിന്റെ വില അദ്ദേഹം തന്നെ കളയാൻ തീരുമാനിച്ചാൽ എന്താകും സ്ഥിതി എന്നുള്ളതാണ് ഇപ്പോൾ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന വിഷയം. കേവലമായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു പൊസിഷൻ അല്ല ഗവർണർ പദവി. ആ പദവിയിലിരുന്ന് ഒരുപാട് പ്രഗത്ഭരായ ആളുകളുണ്ട്. എനിക്കറിയില്ല, ഈ സ്റ്റേറ്റിൽ നിന്ന് മറ്റു പലരും ഗവർണർമാരായിട്ട് പലയിടത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയൊന്നുമില്ലാത്തൊരു വിവാദം ഇവിടെ കുത്തിപ്പൊക്കിയതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ് അദ്ദേഹത്തിന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന് ഇതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടാകാൻ പോകുന്നു? ഈ രാജ്ഭവനെ ഇങ്ങനെ വിവാദ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന് എന്ത് നേട്ടം ഉണ്ടാകാൻ പോകുന്നു എനിക്കറിയില്ല. ആ പദവിയുടെ വില കുറച്ച് കാണിക്കുക എന്നുള്ളതല്ലാതെ പിന്നെ ഈ പദവിയുടെ വില കുറക്കുമ്പോൾ അത് നോക്കേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രപതിക്കാണ്. ഞാൻ ഉത്തരവാദിത്വ ബോധത്തെ പറയുന്നു. മുഖ്യമന്ത്രി ഒരു മിനിറ്റ് വൈകാതെ രാഷ്ട്രപതിക്ക് പരാതി അയക്കണം. കേരളത്തിൽ നടക്കുന്നത് ഗവർണർ പദവി ദുരുപയോഗപ്പെടുത്തുന്നു, ഗവർണറുടെ പദവിക്ക് കളങ്കം ചേർത്തുന്നു. ഈ നടപടി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, അതിന് പരിഹാരമുണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഗവർണർക്കും കേന്ദ്ര ഗവൺമെന്റിനും കത്തെഴുതണം. എന്തുകൊണ്ട് മുഖ്യമന്ത്രി എഴുതുന്നില്ല? വെറുതെ വർത്തമാനം പറഞ്ഞാൽ പോരല്ലോ. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, നല്ല കാര്യമല്ലേ? ശശി തരൂർ വിദേശയാത്ര ചെയ്യുന്നതിന് എന്താ കുഴപ്പം നിങ്ങൾക്ക്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞിടത്തുണ്ട്, കോൺഗ്രസ് കുറച്ച് സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ ഉടനെ 52 വെട്ട് ശരിയാക്കി കളയാമെന്ന് പറയുന്നൊരു പാർട്ടിയല്ല കോൺഗ്രസ്. അതാണ് പാർട്ടിയുടെ സൗന്ദര്യവും. പക്ഷേ പാർട്ടിയുടെ പൊതുവായ ആശയങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോകണമെന്നുള്ള നിർദ്ദേശം എല്ലാവർക്കും ഉണ്ട്. അതിലെവിടെയെങ്കിലും ആ ലക്ഷ്മൺ രേഖ ലംഘിക്കുന്നു പാർട്ടിക്ക് തോന്നുമ്പോൾ പാർട്ടിക്ക് പാർട്ടിയുടേതായ സമയങ്ങളിൽ നടപടിയെടുക്കാൻ അവകാശമുണ്ട്. അത് ആ രീതിയിൽ മുന്നോട്ട് പോകും. എന്നുവെച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്ന പാർട്ടിയല്ല, സഞ്ചാര സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്ന പാർട്ടിയല്ല, അതൊന്നും സംശയമില്ല. ശശി തരൂർ കോൺഗ്രസിന്റെ അവിഭാജ്യമായ ഘടകമായിട്ട് തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്.